ഹായ് എവരിബഡി, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു വെഡ്ഡിങ് പർച്ചേസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നത്. എൻ്റെ നീസിൻ്റെ വെഡ്ഡിങ് ഉണ്ടായിരുന്നു. സോ നമ്മൾ പർച്ചേസിങ്ങിന് പോയത് കാസർഗോഡാണ്. കാസർഗോഡ് ഐവ സിൽക്സ് എന്ന് പറയും. അപ്പോൾ ഇതാദ്യമായിട്ടാണ് കാസർഗോഡ് പോയിട്ട് ഡ്രസ്സ് എടുക്കുന്നത്. യൂഷ്വലി കണ്ണൂരിൽ നിന്നാണ് എടുക്കാറ്. അപ്പോൾ ദിസ് ടൈം കാസർഗോഡ് പോയി വെൻ വി കമ്പയർ ദ പ്രൈസ്, കണ്ണൂരിലെ ഷോപ്പിനെ സംബന്ധിച്ച് കാസർഗോഡ് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ പിന്നെ നമ്മൾക്ക് ചുരിദാർ മെറ്റീരിയൽസും പിന്നെ വലിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റെഡിമെയ്ഡ് ഡ്രസ്സും മെറ്റീരിയൽസും ഒക്കെ ഉണ്ട്. പിന്നെ ബ്രൈഡിന് വേണ്ടിയുള്ള ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഒരു ലുക്ക്. ദേ ഹാവ് വെരി ഗുഡ് കളക്ഷൻ. ആൻഡ് അവിടുത്തെ സ്റ്റാഫിനെ കുറിച്ച് പറയാതെ വയ്യ. ദേ ആർ സോ സപ്പോർട്ടീവ്. നിങ്ങളെ ഷോപ്പിനെ കുറിച്ച് പറ. This is Iva Silk, Kasaragod New Bus Stand. Since 1997 started in Kasaragod. Okay. Yeah. Tell about your products, about your materials. What was it in market is a different model. It's coming up to date every day. Very good. It's a special form. Are you giving good price? Not that much. Price is a little bit heavy, but its product is very nice and originality. Thank you. Your name again, please? Shahir Iva. Thank you, Mr. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവിടുന്ന് എടുത്തൊരു ചുരിദാർ മെറ്റീരിയൽസ് ആണ്. ഈ പേർപ്പിളാണ് ഞാൻ എടുത്തത്. ഐ റിയലി ലവ് ദ മെറ്റീരിയൽ. ഇഷ്ടപ്പെട്ടു. നല്ല സിമ്പിൾ ആയിട്ടുള്ള വർക്ക്, സ്റ്റാൻഡേർഡ് ഇത് ഇഷ്ടമായിട്ടില്ലേ? ഓക്കെ, താങ്ക് യു. ഇവർക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, ഐവ സിൽക്സ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ വാട്സപ്പ് ചാനലൊക്കെ ഉണ്ട്. ദേ ആർ സോ ആക്റ്റീവ് ഇൻ ദാറ്റ്. അതിലൊക്കെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ മുകളിലോട്ട് പോവാണ്. അപ്പോൾ ഓരോ ഫ്ലോറിലും എന്തൊക്കെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഫസ്റ്റ് ഫ്ലോറിൽ മൊത്തം സാരിയാണ്. നല്ല പട്ട് സാരിയൊക്കെ കാണാം അവിടെ.
പിന്നെ നമ്മളവിടെ കയറിയിട്ടില്ല. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് സാരി എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. വി ഓൾറെഡി സാരിയൊക്കെ എടുത്തതാണ്. ഇവിടെ മൊത്തം സാരിയാണ് കാണുന്നത്. ഇത് വൺ ഓഫ് ദ സ്റ്റാഫാണ് അവിടുത്തെ. ഹീസ് സോ കൈൻഡ്. നമ്മളെ എല്ലാ പർച്ചേസിനും ഹെൽപ്പ് ചെയ്തത് ഹി വാസ്. പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ മൊത്തം കിഡ്സിൻ്റെ സെക്ഷനാണ്. അപ്പോൾ നമ്മുടെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ്. എല്ലാം അവിടെ നിന്ന് തന്നെ എടുത്ത്. ഒറ്റ ഷോപ്പിൽ നമ്മൾ പോയി അവിടെ നിന്ന് തന്നെ എടുത്തത്. കാസർഗോഡ് വേറൊരു ഷോപ്പിലൊന്നും പോയി ചെക്ക് ചെയ്തിട്ടില്ല. ഈ ഷോപ്പിൽ വന്നപ്പോഴന്നെ we liked it and we got everything. We bought so many things. Kids, girls, ഇതൊക്കെ boys area. So this is for the girls. ഇതാണ് ഒരു ഡ്രസ്സ് എടുത്തത്. ഷസ്ഫക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അങ്ങനെ എടുത്തു. പിന്നെ എടുത്തത് ഇതാണ്. അപ്പോൾ നമ്മൾ കിഡ്സിൻ്റെ ഏരിയയിൽ നിന്ന് 3 ഡ്രസ്സാണ് എടുത്തത്. 2 ബ്ലാക്കും പിന്നെ ഒരു ഗ്രീനും. അങ്ങനെ അതൊക്കെ എടുത്ത് സെറ്റായി താഴേക്ക് പോവാണ്. പിന്നെ ഇവിടുന്ന് ഇവർ ഡിസൈനും ചെയ്യുന്നുണ്ട്. ആ ഏരിയയിൽ നിങ്ങൾക്ക് കാണാം. മുകളിലാണ് പ്രെയർ ഹാളിൻ്റെ ഒക്കെ സൈഡിലേക്ക് പോകുമ്പോൾ ഇതന്നെ ഈ ഏരിയയിലാണ് അവർ ഡിസൈൻ ചെയ്ത ഡ്രസ്സൊക്കെ വെക്കുന്നത്. ഡിസൈനും ചെയ്യുന്നുണ്ട് ഇവിടെ. മറിയത്തിന് നല്ല ഉണ്ടാവും. അത് നന്നായിട്ടുണ്ട്. എനിക്ക് അവളെ പിന്നെ നമ്മളെടുത്തത് ഗ്രീന്, ഫുഷി പിങ്ക്, ലൈറ്റ് പർപ്പിൾ. പിന്നെ ഇതാണ് കുട്ടിയൊക്കെ എടുത്തത്. ആ ബ്രൗൺ എടുത്തിട്ടില്ല. ബ്ലൂ, ഗ്രീന് 2 എണ്ണം, പിന്നെ പേർപ്പിളാണ് എടുത്തത്. പിന്നെ നിങ്ങൾക്ക് അവിടെ ഡിസ്പ്ലേക്ക് വെച്ച കുറച്ച് ഹെവി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ കാണാം. പിന്നെ നമ്മൾ ഉച്ചയായപ്പോൾ ഫുഡ് കഴിക്കാൻ പോയി. റോയൽ ഡൈൻ റെസ്റ്റോറൻറ്റിലാണ് പോയത്. ദെയർ ഫുഡ് ഈസ് സോ ഡിലീഷ്യസ്. ഇത് അറബിക് സലാഡ്, പിന്നെ നമ്മൾ മന്തി, പിന്നെ ചപ്പാത്തി, പിന്നെ ഹണി ചിക്കൻ, പിന്നെ അവരെ നല്ല സ്പെഷ്യൽ ഫലൂദ, മൊജീറ്റോ, പിന്നെ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം. അങ്ങനെ നല്ല അടിപൊളി ഫുഡായിരുന്നു. സോ ഡിലീഷ്യസ്.
ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമ്മളെ തിരിച്ചവിടത്തേക്ക് തന്നെ പോയി. അപ്പോൾ അവർ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് നല്ല ബാഗിലൊക്കെ ആക്കി തരികയാണ്. നമ്മൾ ട്രെയിനിലാണ് തിരിച്ചു പോകുന്നത്. വന്നതും ട്രെയിനിൽ തന്നെയാണ്. ഒരു ഓൾമോസ്റ്റ് ഐ തിങ്ക് 1.5 hour ആണ് എടുത്തത് അവിടെ. നമ്മൾ രാവിലത്തെ ട്രെയിനിനാണ് വന്നത്. ഈവനിങ് ഒരു 5 മണിക്ക് ട്രെയിനിൽ തിരിച്ചു പോകണമെന്ന് വിചാരിച്ചതാണ്. ബട്ട് നമുക്ക് അത് കിട്ടിയിട്ടില്ല. 6 മണീൻ്റെ ട്രെയിനിനാണ് നമ്മൾ തിരിച്ചു പോയത്. ഇത് നമ്മൾക്കെല്ലാം റെഡിയാക്കി തന്നു. അവർ ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഉണ്ടായ സർവീസ് ചെയ്യാനുണ്ടായവരാണ് ഇവർ. ദേ ആർ സോ ഗുഡ്, റിയലി ദേ ആർ സോ ഹെൽപ്ഫുൾ. ട്രെയിനിൽ യാത്ര സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ണൂരിൽ കാറിലും ബസ്സിലൊക്കെ ഇങ്ങനെ കുറേ ട്രാഫിക്കെല്ലാം ഇതൊക്കെ പെട്ടിട്ട് പോകുന്നതിനേക്കാളും നല്ലത് എനിക്കിങ്ങനെ ഈ യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടത്. ട്രെയിനിൽ നല്ല സുഖമായിരുന്നു. ഒരു ബ്ലോക്കില്ല. 1.5 hour അതിലിരിക്കണം, പോകണം. So if you like my video, please put like, share and subscribe. Thank you for watching. See you next time.